108 സീറ്റോടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചരിത്രം കുറിച്ചൊരു നേതാവാണ് നമ്മുടെ വിജയ് എന്ന് പറയുന്നത്. ഇന്ന് വിജയ് അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള വലിയ ചോദ്യങ്ങൾ നടക്കുന്നുണ്ട്. അതിലേക്ക് കോൺഗ്രസും ഒരു ഭാഗപാത്രമാവുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നടക്കുന്നത്? നോക്കൂ, ലോകമെമ്പാടുമുള്ള ജനത ഉറ്റുനോക്കിയ തിരഞ്ഞെടുപ്പുകൾ, സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പായിരുന്നു തമിഴ്നാട്ടിലേത്. ഒരു സിനിമാ താരത്തിന് രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ചോദ്യത്തിന് പണ്ടേ തമിഴ് മണ്ണ് ഉത്തരം നൽകിയിട്ടുള്ളത്. MGR ജയലളിതയും ഒക്കെ നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളായി നിൽക്കുന്നു. അവിടെയാണ് പക്ഷേ കാലിടറി വീണ കമലഹാസനെയും വിജയകാന്തിനെയും പോലെയുള്ളവരുടെയൊക്കെ അനുഭവവും നമ്മുടെ മുന്നിലുണ്ട്. അവിടേക്കാണ് ജോസഫ് വിജയ് എന്ന് പറയുന്ന ഇളയ ദളപതി എന്ന് വിശേഷിക്കപ്പെടുന്ന തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ, തമിഴ്നാട്ടിലെ എന്നല്ല, ഇന്ത്യൻ സിനിമയിലെ ഒരു ക്രൗഡ് പുള്ളറായ ഒരു മനുഷ്യൻ TVK, തമിഴ് വെട്രി കഴകം എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. കേവലം 2 വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിയെക്കുറിച്ചുള്ള പ്രാഥമികമായ ചർച്ചകൾ ആരംഭിക്കുന്നു. 2 മാസങ്ങളിൽ 3 മാസങ്ങളിൽ സജീവമായൊരു പാർട്ടി. പക്ഷേ തമിഴ്നാട് മണ്ണിൽ 108 സീറ്റുകളുമായി വെട്രിക്കൊടി പാറിച്ചുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയെ പോലും പരാജയപ്പെടുത്തിക്കൊണ്ട്, തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയെ പോലും പരാജയപ്പെടുത്തിക്കൊണ്ട്, പതിറ്റാണ്ടുകളോളം മാറി മാറി ഭരിച്ച AIDMKയും ഒക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ പാർട്ടി ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നത്. എന്നാൽ അതിന് മുഖ്യമന്ത്രി സ്ഥാനം ക്ലെയിം ചെയ്യാൻ, ഭരണം ക്ലെയിം ചെയ്യാൻ, കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പിന്നെയും സീറ്റുകളുടെ അഭാവം ഉണ്ടാകുന്നു. 10 സീറ്റുകളോളം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. DMKയ്ക്കൊപ്പമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തമിഴ്നാട്ടിൽ നിന്നത്. അതൊരു വൈകാരികമായ ബന്ധത്തിൻ്റെ പുറത്താണ്. കാരണം കോൺഗ്രസിനെ തകർക്കാൻ നടക്കുന്ന ഈ സംഘപരിവാർ ശക്തികൾക്കെതിരെ സ്റ്റാലിൻ്റെ DMKയും എടുത്ത നിലപാടുകളിൽ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന ഇന്ത്യ മുന്നണിയിലേക്ക് DMK എത്തുന്നത്. ആ DMK എത്തിയതിനു ശേഷം DMKക്കൊപ്പം ആ ഘടകകക്ഷിയായി കോൺഗ്രസ് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മത്സരിച്ചതും അങ്ങനെ തന്നെയാണ്. DMKയുടെ വോട്ടുകളൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നു. പക്ഷേ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഈ TVKയുമായി ഒരു അലയൻസ് ഉണ്ടാക്കണമെന്ന ആഗ്രഹം ഹൈക്കമാൻഡിലും AICCയിലും ഒക്കെ ഉന്നയിച്ചൊരു നേതാവുണ്ട്. അത് കേരളത്തിൽ നിന്നുള്ള KC വേണുഗോപാലാണ്. ആ KC വേണുഗോപാലിൻ്റെ തീരുമാനമായിരുന്നു ശരി എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ. അവിടെയും കേസ് ഉണ്ടല്ലേ? അവിടെയും കേസുണ്ട്. ഇന്ത്യയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഏത് അറ്റം പിടിച്ചാലും അത് ആ പഴി ഒരുപാട് കേട്ട നേതാവാണ് KC വേണുഗോപാൽ. അപ്പോൾ ഒരാളെ അങ്ങനെയൊക്കെ പഴിക്കുമ്പോൾ, നേട്ടങ്ങളുണ്ടാക്കുമ്പോൾ അത് അനുമോദിച്ചു തന്നെ പോകണം എന്നുള്ളതാണ്. മലയാളി ആയതുകൊണ്ട് തന്നെ KC വേണുഗോപാലിന് ഏറ്റവും കൂടുതൽ പഴിയുണ്ടാകുന്നത് കേരളത്തിൽ നിന്നാണ്. ഒരു മലയാളി ഇത്രത്തോളം വളർന്നു വരുന്നതിനെ എന്തോ ഇഷ്ടമല്ല. നമുക്കറിയാം, AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന സമയത്ത്, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ അവസാന ഭാഗമായിരുന്ന കാലഘട്ടത്തിൽ AK ആന്റണി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹം സെൻട്രലിലേക്ക് പോവുകയും സെൻട്രൽ മിനിസ്റ്റർ ആവുകയും മാഡം സോണിയാഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അടുത്ത വാക്കായി മാറുകയും ചെയ്തിരുന്നൊരു കാലഘട്ടത്തിൽ ഈ AK ആന്റണി എന്തുമാത്രം ട്രോളി കൊന്നിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും നമ്മൾ മറന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ വിധി നിർണ്ണയിച്ചത് KCയുടെ തീരുമാനമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ TVKയുമായ ഒരു അസോസിയേഷൻ ഉണ്ടാകണമെന്ന് KC വേണുഗോപാൽ പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് പാർട്ടി AICC ഒരു വൈകാരികമായ ബന്ധത്തിൻ്റെ പുറത്ത് DMKയ്ക്കൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ DMKയ്ക്ക് യാതൊരു വിധത്തിലും അവിടെ അധികാരത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അണ്ണാ DMKയ്ക്കും യാതൊരു വിധത്തിലും അധികാരത്തിലേക്ക് എത്താൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താവായി KC വേണുഗോപാൽ മാറുന്ന അവസ്ഥ നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധി കൊണ്ട് ഈ പറയപ്പെടുന്ന വിജയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുക, അതിനുശേഷം തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി TVKയുമായി സംസാരിച്ച് ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കാൻ പറയുക. അവിടെ നേട്ടമുണ്ടാക്കാൻ പോകുന്ന എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1-2 MLAമാർ തമിഴ്നാട്ടിൽ മന്ത്രിയാകാൻ പോകുന്നൊരു സാഹചര്യമുണ്ട്. ഒരു പ്രസ്ഥാനത്തെ വളർത്തണമെങ്കിൽ അത് അധികാരമുണ്ടാകണമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതെ, ജനവിധി വിജയിക്കൊപ്പമാണെങ്കിൽ ആ ജനവിധിക്കൊപ്പം നിൽക്കണം എന്നതാണ്. അതിനകത്ത് വേറെ തെറ്റൊന്നും പറയാനില്ല എന്നുള്ളതാണ്. നമുക്ക് ഒരു കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ വേരോട്ടം ഉണ്ടായിരുന്ന മണ്ണ് തന്നെയാണ് ഈ പറയുന്ന തമിഴ്നാട്. അവിടെ ആ വേരോട്ടത്തിന് അടിവേര് അറുത്തത് ഈ പറയുന്ന DMKയും AIDMKയും ഒക്കെ തന്നെ. കനകരാജിനെ പോലുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരെ ഉണ്ടാക്കിയൊരു മണ്ണാണ് തമിഴ് എന്ന് പറയുന്നത്. അതെ, ആ മണ്ണിൽ ഇവരുടെ അടിവേര് ഇറക്കാൻ കാരണക്കാരായ കക്ഷികളാണ് അവർ രണ്ടുപേരും. ആ മണ്ണിൻ്റെ തരംഗം മാറുന്നു. ഇപ്പം പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുക, അതിലൊരു തെറ്റുമില്ല. പ്രായോഗിക രാഷ്ട്രത്തിൻ്റെ വക്താക്കളായി മാറുക എന്നുള്ളതാണ്. അവിടെ KC വേണുഗോപാൽ വലിയ രീതിയിലുള്ള അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വിജയുടെ പാർട്ടിയും സഹായിക്കാൻ ആദ്യം മുന്നിട്ടിറങ്ങുക മാത്രമല്ല ചെയ്തത്. ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന മറ്റ് കക്ഷികൾ, മുസ്ലിം ലീഗ് അടക്കമുള്ള, CPM അടക്കമുള്ള കക്ഷികളോട് വിജയെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് കൂടി അവർ മുന്നോട്ട് വെച്ചു. പക്ഷേ മുസ്ലിം ലീഗ് ഒന്നും അതിന് തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്നിപ്പോൾ സ്റ്റാലിൻ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ട് ഇന്നലെ മലയാള മാധ്യമങ്ങൾ അടിച്ച വാർത്ത AIDMK DMK സഖ്യമുണ്ടാക്കി വിജയെ
പ്രതിപക്ഷ സ്ഥാനത്തിരുത്തും എന്നുള്ളതാണ്. അതൊന്നും സംഭവിക്കാനേ പോകാത്തൊരു കാര്യമാണ്. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന വലിയ തർക്കങ്ങൾ വിതർക്കങ്ങൾ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് കേവലം ഒരു വിജയിയെ താഴെ ഇറക്കാൻ വേണ്ടി അവർ ഒന്നിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കരുണാനിധിയോടും ഈ പറയപ്പെടുന്ന ജയലളിതയുടെയൊക്കെ ആത്മാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയമാണ്, പരാജയം അംഗീകരിക്കണം. പക്ഷേ ഇന്ന് സ്റ്റാലിൻ പറയുന്ന നിലപാട് എന്താണ്? നിങ്ങൾ പരാജയം അംഗീകരിക്കുന്നു, ജനവിധി വിജയ്ക്കൊപ്പമാണെങ്കിൽ വിജയ് മുഖ്യമന്ത്രിയാകട്ടെ, 6 മാസക്കാലത്തേക്ക് ഉപദ്രവിക്കാൻ ഞങ്ങളില്ല എന്ന് കൃത്യമായ രാഷ്ട്രീയം അവിടെ സ്റ്റാലിൻ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തമിഴ്നാടിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് ഈ അവസാന ഘട്ടത്തിൽ TVK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ, വിജയ് എന്ന് പറയുന്ന സിനിമാ താരത്തിൻ്റെ രാഷ്ട്രീയ നേതാവ്, സിനിമാ താരത്തിൽ നിന്ന് നേരെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്ന വിജയ് എന്ന് പറയുന്ന നടൻ്റെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരു ഭാഗവാക്കായി മാറുന്നു. അതിൻ്റെ തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ ഒരു മലയാളിയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കും കാരണം അവിടെ തമിഴ്നാട്ടിലെ നായകന് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈപിടിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ KC വേണുഗോപാലിന് സാധിച്ചു എന്നത് ഒരു കേരള രാഷ്ട്രീയം നോക്കിക്കാണുന്ന ഏതൊരാൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന മറ്റൊരു വിഷയമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പേര് വരുന്നത്, അപ്പോൾ DMK ആണെങ്കിൽ പോലും ഒരു പരിധി വരെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പേര് വരുന്നൊരു പാർട്ടിയാണ്. ഇന്ത്യയിൽ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഈ 5 കൊല്ലം കൂടി അധികാരത്തിൽ ഇല്ലാതാവുകയാണെങ്കിൽ DMK എന്ന് പറയുന്നൊരു പാർട്ടി ഇല്ലാതാവും. അല്ല, DMK എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാവുന്നു, CPM എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാവുന്നതൊക്കെ ഒരുപോലെയാണ്. അതൊന്നും അങ്ങനെയൊന്നും ഇല്ലാതാവില്ല, അവിടെ ഇവിടെയും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും TVK അവിടെ BJPക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോഴും ഒരു സീറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. TVK വലിയ ശക്തമായി പോവുകയാണ്. ജനങ്ങളുടെ ജനപ്രീതി അതൊക്കെ അവർ വെച്ചിരുന്ന ഓഫറുകളൊക്കെ ചെറുതൊന്നുമല്ല. ഒരു സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന കുഞ്ഞിന് സ്വർണ്ണമോതിരം വരെയാണ് അവിടെ ഓഫർ. ഒരു വർഷത്തിൽ 6 ഗ്യാസ് സിലിണ്ടറുകൾ. അങ്ങനെ തമിഴ്നാട് ജനതയ്ക്ക് വേണ്ടതെല്ലാം അവർ വലിയ രീതിയിൽ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ വിജയുടെ കയ്യിൽ ഇവരെക്കാൾ മോശമല്ല, പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിലും പൈസ ബാക്കപ്പ് ഉണ്ടാക്കുന്ന കാര്യത്തിലും ഒന്നും വിജയ് മോശക്കാരനുമല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിലിരുന്നുകൊണ്ട് TVKക്ക് സപ്പോർട്ട് കൊടുക്കാൻ പോയ കോൺഗ്രസിനെയും KC വേണുഗോപാലിനെയും തെറി പറയുന്ന കുറേ പേരെ നമ്മൾ സൈബർ ഇടങ്ങളിൽ കണ്ടു. നമുക്ക് ഇവിടെ അത് കോൺഗ്രസ്സുകാരാണെന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഇവിടെ CPM സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് അണ്ണനും തമ്മിയും കളിച്ചാണ് ഇവർ, അല്ലേ? അതെ, അണ്ണനും തമ്മിയും കളിച്ചവരാണ്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളെ മറന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ജനങ്ങൾക്ക് ആരുടെ അഹങ്കാരമോ അഹന്തിയോ ഒന്നും കാണുന്നത് ഇഷ്ടമല്ല. ആളുകൾക്ക് സിമ്പിളായി തീർക്കുക. രാഹുലിൻ്റെ വോട്ട് വാങ്ങി ജയിച്ച ഒരാൾ രാഹുലിന് മുന്നിൽ ജാടയും വിളിച്ചുകൊണ്ടിരുന്ന അടുത്ത തവണ വോട്ട് ചെയ്യൂ. ഇങ്ങനെയാണ് ജനത്തിൻ്റെ ഒരു സാധാരണഗതിയിലുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. എത്ര വലിയ അധികാരി ആയാലും അതേ സംഭവിക്കുള്ളൂ. ജനങ്ങൾക്ക് മുന്നിൽ സിമ്പിളായി നടക്കുന്ന ജനങ്ങൾക്ക് തോന്നണം ഇവൻ എൻ്റെ അടുത്ത ആളാണ് എന്ന് തോന്നലുണ്ടാക്കണം. അങ്ങനെ ഒരു തോന്നലുണ്ടാക്കാൻ വിജയ്ക്ക് സാധിച്ചു. കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിച്ചു. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്, കേരളത്തിലെ കോൺഗ്രസ് അണികൾക്ക് ഈ നിലപാടെടുത്താൽ KC വേണുഗോപാലിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. സ്വാഭാവികമായും തൊട്ടപ്പുറത്ത് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ അവിടെ വേണമെങ്കിൽ പറഞ്ഞൂടെ ഞങ്ങൾ ഘടകകക്ഷിയായിരിക്കുന്ന ഇപ്പോൾ കാവ്യവൽക്കരണം വലിയ രീതിയിലൂടെ കോൺഗ്രസ് നശിച്ചു എന്ന് പറയുമ്പോൾ തെലങ്കാനയെ പറ്റി പറയുന്ന പോലെ, കർണാടകയെ പറ്റി പറയുന്ന പോലെ, കേരളത്തെ പറ്റി പറയാൻ പോകുന്നത് പോലെ തമിഴ്നാടിനെ പറ്റിയും പറയാം. ഞങ്ങളോട് ചേർന്നിട്ടാണ് തമിഴ്നാട് ഭരിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടാക്കിയെടുത്തു. അവിടെയും സ്റ്റാർ ആകുന്നത് KC വേണുഗോപാലാണ്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും മുഖ്യമന്ത്രി പദങ്ങളിൽ ആരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ KC വേണുഗോപാൽ ഫാക്ടർ വലിയ ഫാക്ടറായി മാറുകയാണ് എന്നുള്ളതാണ്.